സ്ട്രോബെറി മിൽക്ക് ഷേക്ക് നമുക്ക് കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. എപ്പോഴാണെങ്കിലും സ്ട്രോബെറി നമ്മൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ കുറച്ച് നേരം ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മളത് കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കാനോ ഷേക്ക് ഉണ്ടാക്കാനോ ഒക്കെ നമ്മൾ എടുക്കാവുള്ളൂ. ഞാനിവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ്സിന് വേണ്ടുന്ന സ്ട്രോബെറി എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 നന്നായിട്ട് പഴുത്ത സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കഷ്ണിച്ചിട്ട് നമുക്ക് മിക്സറിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ സ്ട്രോബെറി ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ട്രോബെറി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഷേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറി മിക്സറിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് ഷേക്കിനുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാലൊന്നുകിലും നമുക്ക് തണുപ്പിച്ചെടുക്കാം, അതല്ലെങ്കിൽ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനായിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്ട്രോബെറിയുടെ പുളിയൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ് പാലിന് 5 സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടെ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോബെറി അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് സ്ട്രോബെറിയുടെ സിറപ്പ് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഷേക്ക് ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഗ്ലാസ്സിൽ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഷേക്ക് ഒഴിച്ച് കൊടുക്കാം. അതല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ട്രോബെറി ഇങ്ങനെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് കുറച്ചും കൂടി ഇഷ്ടമാകും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിൻറ്റ് ലീഫൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഈ ഒരു മിൽക്ക് ഷേക്ക് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ഇനി സ്ട്രോബെറി വാങ്ങുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഐസ്ക്രീംസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണെങ്കിലും ഉപയോഗിക്കാം. അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും.